ഹലോ, വെൽക്കം ടു കുലു ആൻഡ് ചിമ്മൂസ് യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി മോരുകറിയായിട്ടാണ് വന്നിരിക്കുന്നത്. കായും ചേനയും ചേർത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയും കൂടിയാണ്. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പച്ചക്കായ, ഒരു കഷ്ണം ചേന, 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കുക്കർ എടുക്കാം. അതിലോട്ടേക്ക് ഈ അരിഞ്ഞു വെച്ച കായും ചേനയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ വെള്ളവും കൂടി നമുക്ക് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഈ നാടൻ തൈരാണ് യൂസ് ചെയ്യുന്നത്. ശുദ്ധമായ നാടൻ തൈര്. ഇത് ദുബായിൽ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. അപ്പം ഈ തൈരാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കുക്കറിന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് അത് ഓഫാക്കി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് തേങ്ങ, ഒരു പിഞ്ച് ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ഈ മിക്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്കത് കുറച്ച് ലൂസാക്കി എടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് നന്നായിട്ട് കറിവേപ്പില അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം നന്നായിട്ട് വേവിച്ച് കൊടുക്കാം. അപ്പം മൂടി തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കറി. അപ്പം ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കറി ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ടേക്ക് വറവിടാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലോട്ടേക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ടാകുമ്പം നമുക്കതിലോട്ടേക്ക് ഒരു 3-4 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം അതിലോട്ടേക്ക് നല്ലോണം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒരു 2 മിനിറ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ കറിയിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മോര് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.